നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വിജയ് മുസ്ലിങ്ങളെ അപമാനിച്ചു. മദ്യപാനികളും റൌഡികളുമാണ് ഇഫ്താറിൽ പങ്കെടുത്തത്. നടനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് സുന്നത് ജമാഅത്ത്. നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ് സംഘടിപ്പിച്ച ഇഫ്താറിനെതിരെ പരാതി. വിജയ് മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ച് തമിഴ്നാട് സുന്നത് ജമാഅത്ത് നടനെതിരെ പരാതി നൽകി. മദ്യപാനികളും റൌഡികളും തുടങ്ങിയ മതപരമായ ആചാരങ്ങളുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ഇഫ്താറിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സൗഹാർദ്ദം വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇഫ്താർ സമൂഹത്തെ മുറിവേൽപ്പിച്ചു. ഇതിൽ ഖേദം പ്രകടിപ്പിക്കാത്ത നടന്റെ നടപടി മതവികാരങ്ങളോടുള്ള ബഹുമാനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ആളുകളോട് അനാദരവോടെയാണ് വിജയ് പെരുമാറിയത്. പ്രാദേശികമായ അറിവില്ലാത്ത വിദേശ സുരക്ഷാ ഗാർഡുകളെയാണ് പരിപാടി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല തങ്ങളുടെ പരാതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ നടപടി അനിവാര്യമാണ് എന്നാണ് സുന്നത് ജമാഅത്ത് പരാതിയിൽ പറയുന്നത്. വിജയ് വെള്ളത്തൊപ്പിയും വസ്ത്രവും അണിഞ്ഞ് നോമ്പു തുറക്കെത്തിയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 3000-ഓളം പേർ ഇഫ്താറിൽ പങ്കെടുത്തതായാണ് വിവരം. 15ഓളം പള്ളികളിൽ ഇമാമുമാർക്കും ക്ഷണമുണ്ടായിരുന്നു. തമിഴക വെട്രി കഴകം രൂപീകരിച്ചതിന് പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമെന്നും താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ജനനായകൻ എന്ന വിജയ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. വിനോദിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രം നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നുള്ള അവസാനത്തെ സിനിമയാണ്. 2026 ജനുവരിയിലാണ് ചിത്രത്തിന്റെ റിലീസ്. ഛായാഗ്രാഹണം സത്യൻ സൂര്യയും പ്രദീപ് ഇ രാഘവും എഡിറ്റിംഗും നിർവഹിച്ചിട്ടുണ്ട്.